ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നുറുക്ക് ഗോതമ്പം വെച്ചിട്ടുള്ള ഒരു വട ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിലുള്ള നമ്മളെ വീഡിയോ മുന്നിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ട് കഴുകിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകും കേട്ടോ. ഒരു 1.5 മണിക്കൂറൊക്കെ സമയം കുതിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് തോരാൻ. അപ്പോൾ ഞാൻ അതിക്കുള്ള ഇഞ്ചി ഒരു 2-3 ഇല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊക്കെ നുറുക്കിയെടുത്ത് പിന്നെ ഇഞ്ചി നുറുക്കിയെടുക്കട്ടോ, ചെറിയ ഇതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ കറിവേപ്പില എടുക്കുന്നുണ്ട് കേട്ടോ, അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ, അതും അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയുള്ളി എടുത്തിട്ട് ചെറിയ കഷ്ണാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അതിന് ഗോതമ്പ് എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതിന് കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഒക്കെ കൂടി ഒരൊറ്റ ട്രിപ്പിൽ അടിച്ചില്ല. അപ്പോൾ 2 പ്രാവശ്യമാക്കിയിട്ടാണ് അടിക്കണത്. അപ്പോൾ ഞാൻ അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുകയാണ് മിക്സിക്ക്. അപ്പോൾ കുറച്ച് ഞാനവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അതിക്ക് അടിച്ചാതെ മിക്സിയിലൊന്നും അടിച്ചാതെ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം മിക്സിയിലിട്ട് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടിക്കാതെ വെച്ചിരുന്ന ഗോതമ്പ് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ അരിഞ്ഞ് വെച്ചാൽ ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെയാണ് കുഴക്കണത്. ആ ഗോതമ്പത്തിൻ്റെ ഇതിലുള്ള വെള്ളത്തിലാണ് അത് കുഴച്ചെടുക്കണത്. അപ്പോൾ നമ്മളെ മാവൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കണ അതേ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉരുളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് അമർത്തി കൊടുത്തിട്ട് അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കട്ടോ നമുക്ക്. എന്നിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് കയ്യിലിങ്ങനെ ഒട്ടണത് ഞാൻ ആ കുഴച്ച കൈ ആവുകൊണ്ടാണ് കേട്ടോ. കൈ കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കയ്യുമ്പോൾ അങ്ങനെ ആക്കിക്കുക കേട്ടോ. അപ്പോൾ ഒട്ടണമൊന്നുമില്ല. അപ്പോൾ നേരെ നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് അത് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒന്നങ്ങനെ അമർത്തി കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് നമുക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ എല്ലാം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ 3 എണ്ണമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കണത്. അപ്പോൾ ഇനി ഗ്യാസൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിലിട്ട് കൊടുത്ത വട റെഡി ആയിട്ടുണ്ട് കേട്ടോ, നുറുക്ക് ഗോതമ്പിൻ്റെ വട. അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി അങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള വടയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നല്ലൊരു വീഡിയോയുമായി വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.